കോൺഗ്രസിന്റെ പരാജയം സംബന്ധിച്ച് കെപിസിസി ഉപസമിതിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ വീണ്ടും പോസ്റ്റർ. വിപ്പ് ലംഘിച്ച് പോസ്റ്റർ പതിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് വി.കെ. ശ്രീകണ്ഠൻ. എക്സാലോജി കേസിൽ മാത്യു കുഴൽനാടൻ അപ്പീൽ നൽകിയത് പാർട്ടിയുടെ സമ്മതത്തോടുകൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധിയെയും വയനാട്ടുകാർ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന് സതീശൻ. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ലെന്നും സതീശൻ. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതോടെയാണ് രാജി. പട്ടിക വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ ഉത്തരവിട്ട ശേഷമാണ് രാജി. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോളനി, സങ്കേതം, ഊര് എന്നീ പേരുകൾ ഒഴിവാക്കും. തൃശൂർ ശക്തൻ നഗറിൽ കെഎസ്ആർടിസി ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ പുനർനിർമ്മിക്കാനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. 2 മാസത്തിനകം പ്രതിമ പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പൂങ്കുന്നം പടിഞ്ഞാറേക്കോട്ട ശങ്കരൻകുളങ്ങര ക്ഷേത്രം റോഡ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു. ഏറെക്കാലമായുള്ള ആവശ്യം നടപ്പായതിന്റെ ആശ്വാസത്തിൽ യാത്രക്കാരും പ്രദേശവാസികളും. അർമേനിയയിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ദിയാക്കപ്പെട്ട ഇരിങ്ങാലക്കുട സ്വദേശി വിഷ്ണു മോചിതനായതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. എംബസിയുടെ ഇടപെടലിനെ തുടർന്നാണ് മോചനം സാധ്യമായത്. കാഞ്ഞാണിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കണ്ടശാങ്കടവ് സ്വദേശി ജിനോ ജോൺസണാണ് മരിച്ചത്. കുന്നംകുളം ചവന്നൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലും സ്കൂട്ടറിലും ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം സംബന്ധിച്ച് കെപിസിസി ഉപസമിതിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടന്നു. ഉപസമിതി അംഗങ്ങളായ കെ.സി. ജോസഫ്, ടി. സിദ്ദീഖ് എം.എൽ.എ, INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ. ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. മുതിർന്ന നേതാക്കളെ നേരിട്ട് കണ്ടാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. മുൻ ഡിസിസി പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, ഒ. അബ്ദുറഹ്മാൻകുട്ടി, MP വിൻസെന്റ്, ടി. വി. ചന്ദ്രമോഹൻ, മുൻ MP ടി.എൻ. പ്രതാപൻ, മുൻ MLA അനിൽ അക്കര എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു. ജില്ലയിലെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെയും മൊഴിയെടുത്തു. തൃശൂരിലെ പരാജയം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് സമിതി അധ്യക്ഷൻ കെ.സി. ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. പരസ്യമായ വിഴുപ്പലക്കലും പോസ്റ്റർ യുദ്ധവും അവസാനിപ്പിക്കണമെന്നും ഇരുട്ടിന്റെ മറവിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഭീരുത്വമാണെന്നും കെ.സി. ജോസഫ് പറഞ്ഞു. വിലക്ക് ലംഘിച്ച് പോസ്റ്ററുകൾ ഒട്ടിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള വിഴുപ്പലക്കൽ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ. മുരളീധരൻ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത RSS ഏജന്റ് ടി.എൻ. പ്രതാപനെ ഒറ്റപ്പെടുത്തുക, മണലൂർ കണ്ട് പനിക്കേണ്ടെന്നും എഴുതിയ പോസ്റ്റർ തൃശൂർ ഡിസിസി ഓഫീസ് പരിസരത്തും പ്രസ് ക്ലബിന് മുന്നിലുമാണ് പതിച്ചിരിക്കുന്നത്. സേവ് ഫോറം തൃശൂരിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പോസ്റ്റർ ഒട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം ഡിസിസി പ്രസിഡന്റായി ചുമതലയേറ്റ വി.കെ. ശ്രീകണ്ഠൻ MP പോസ്റ്ററുകൾ പതിക്കുന്നതും നവമാധ്യമങ്ങളിലൂടെയുള്ള വിമർശനങ്ങളും വിലക്കിയിരുന്നു. എക്സാലോജി കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മാത്യു കുഴൽനാടൻ അപ്പീൽ നൽകിയത് ഉചിതമായ തീരുമാനമാണെന്നും ഇത് പാർട്ടിയുടെ അറിവോടുകൂടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചാലക്കുടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസപ്പടി കേസിൽ തീർച്ചയായും മുഖ്യമന്ത്രിയും മകളും ഇതിൽ ശിക്ഷിക്കപ്പെടും. വ്യവഹാരശല്യക്കാരനായി മാത്യു കുഴൽനാടനെ ചിത്രീകരിക്കാൻ CPM-ന് അവകാശമില്ല. അനാവശ്യമായി ഏതു കേസുകളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CPM-നെ ബംഗാളിന്റെ അവസ്ഥയിൽ പിണറായി വിജയൻ എത്തിക്കുമെന്ന് മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി വി.ഡി. സതീശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങൾ നൽകും. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും നയിച്ച സ്റ്റാർ കമാൻഡറായിരുന്നു പ്രിയങ്ക ഗാന്ധി. പാലക്കാടും ചേലക്കരയിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പാർട്ടി ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല. നിലവിലുള്ള പ്രചരണങ്ങൾ മാധ്യമ സൃഷ്ടി മാത്രമാണ്. തൃശൂരിലെ ഡിസിസി ഓഫീസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമാണ്. മാധ്യമങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് ഗൗരവം വരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സാഹചര്യത്തിൽ ബിസിനസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അതുകൊള്ളാണ്
പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ആ കേസ് ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവുകയാണ്. അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും കേരളം. വയനാട് മാത്രമല്ല, ഈ സംസ്ഥാനം ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ അവർ ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിൻ്റെ മുന്നണി പോരാളിയാണ്. ഭയമില്ലാതെ, ഭീതിയില്ലാതെ, വിട്ടുവീഴ്ചകളിൽ ഫാസിസവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും UDF ഒറ്റക്കെട്ടായി ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്യാം. പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതോടെയാണ് രാജി. ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചു. ഈ മാസം 22-ന് കെ രാധാകൃഷ്ണൻ ഡൽഹിയിലെത്തും. ചരിത്ര ഉത്തരവിറക്കിയാണ് മന്ത്രിസ്ഥാനത്തു നിന്നും കെ രാധാകൃഷ്ണൻ രാജിവെച്ചത്. സംസ്ഥാനത്ത് പട്ടിക വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന കോളനികളിലെ പേരുകൾ മാറ്റാൻ നിർദ്ദേശിച്ച് സർക്കാർ ഉത്തരവിറക്കി. കോളനി, സങ്കേതം, ഊര് എന്നീ പേരുകൾ ഇനി മുതൽ ഉപയോഗിക്കുകയില്ല. കോളനി എന്ന പേര് അവമതിപ്പുണ്ടാക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പേരുമാറ്റം സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. കോളനി, സങ്കേതം, ഊര് എന്നീ പേരുകൾക്ക് പകരം കാലാനുസൃതമായി നഗർ, ഉന്നതി, പ്രകൃതി തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. പ്രാദേശിക താൽപര്യം നോക്കിയും പേരുകൾ ഇടാമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങൾക്ക് വ്യക്തികളുടെ പേരുകൾ നൽകുന്നത് പല സ്ഥലത്തും തർക്കങ്ങൾക്ക് കാരണമാകുന്നതിനാൽ വ്യക്തികളുടെ പേരുകൾ പരമാവധി ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. എന്നാൽ നിലവിൽ വ്യക്തികളുടെ പേരുകൾ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ആ പേരുകൾ തുടരാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പുതിയതായിട്ട് വ്യക്തികളുടെ പേര് കൂടുതലിടുന്നത് നല്ലതാണെന്ന് തോന്നുന്നല്ലേ? ചിലപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലത്ത്. അപ്പോൾ അത് പ്രശ്നമാകും. അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് പകരം മറ്റു പേരുകളിടാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവർ തന്നെ തീരുമാനിച്ചു ഉന്നതി ഗ്രാമം എന്നാക്കി, അടുത്തൊരു സ്ഥലത്ത് പ്രകൃതി ഗ്രാമം എന്നാക്കി, ഒരു സ്ഥലത്ത് ഐശ്വര്യ ഗ്രാമം എന്നാക്കി. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ അതാത് പ്രദേശത്തെ ആളുകളിലെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ തന്നെ ഒരു നിർദ്ദേശ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ പേരുകൾ മാറ്റാനുള്ള നടപടി ചെയ്യും. തൃശൂർ ശക്തൻ നഗറിൽ KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ പുനർനിർമ്മിക്കാനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. പ്രതിമ നിർമ്മിച്ച ശില്പി കുന്നുവിള മുരളിയും സംഘവും നേരിട്ടെത്തിയാണ് പ്രതിമ നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോയത്. ഈ മാസം 9-ാം തീയതി പുലർച്ചെയാണ് നിയന്ത്രണം വിട്ട KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന സ്ക്വയറിലേക്ക് ഇടിച്ചു കയറി പ്രതിമ ഇടിച്ചു തകർത്തത്. പുലർച്ചെ തന്നെ മന്ത്രിയും MLAയും മേയറും അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും തകർന്ന ശക്തന്റെ പ്രതിമ ഉടൻ പുനർനിർമ്മിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ശില്പിയും സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. പ്രതിമ മാറ്റാനുള്ള കോർപ്പറേഷന്റെ അനുമതി ലഭിച്ചതോടെയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ പ്രതിമ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള സ്വന്തം സ്ഥാപനത്തിലെത്തിച്ച് പുനർനിർമ്മിച്ച് 2 മാസത്തിനുള്ളിൽ പ്രതിമ പുനഃസ്ഥാപിക്കുമെന്ന് ശില്പി കുന്നുവിള മുരളി പറഞ്ഞു. ഇതിന് 2 മാസത്തിനകത്ത് ശില്പവും പീഠവും ഇവിടെ ചെയ്തു ഫിനിഷ്. ഇത്രയും ഫോഴ്സിൽ ബസിൻ്റെ ഇടി വന്നതിനാൽ പ്രതിമയ്ക്ക് ഷേക്ക് ഉണ്ട്. ആ ഷേക്കെല്ലാം തീർത്ത് അനാട്ടമി ശരിയാക്കി പെയിന്റ് ചെയ്ത് വീണ്ടും പീഠത്തിൽ പ്രതിഷ്ഠിക്കും. പ്രതിമ പുനർനിർമ്മിക്കാനായി MLA ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷം രൂപയും KSRTCയുടെ വക 10 ലക്ഷം രൂപയും അനുവദിക്കുമെന്നും പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്നും MLA P. ബാലചന്ദ്രൻ പറഞ്ഞു. 20 ലക്ഷമാണ് ഇപ്പോൾ ഇതിന് പറഞ്ഞിട്ടുള്ളത്. ആ 20 ലക്ഷം രൂപ എത്രയും വേഗം പാസ്സാക്കും. പിന്നെ ചിലരൊക്കെ ഇവിടെ നിരാഹാരം കിടക്കുന്നു, പിന്നെ ഉണ്ണാമൃതം അനുഷ്ഠിക്കും, മറ്റൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഈ ട്രാൻസ്പോർട്ട് ബസ്സിന് ഇടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതൊരു ആൻറ്റി ഗവൺമെൻറ് വികാരമാക്കി മാറ്റുകയാണ്. ട്രാൻസ്പോർട്ട് ബസ്സിന്
നിയന്ത്രണം തെറ്റിക്കഴിഞ്ഞാൽ അതിലും രാഷ്ട്രീയം കാണുന്ന ഒരു വിഭാഗം തൃശ്ശൂരിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രതിമ തകർന്നപ്പോൾ തന്നെ അത് പുനർനിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നുവെന്നും 2 മാസത്തിനുള്ളിൽ തന്നെ ശക്തന്റെ പ്രതിമ ഇവിടെ സ്ഥാപിക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പകുതി പണം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി KSRTCയിൽ നിന്ന് നൽകാം എന്ന് നിശ്ചയിച്ചു. ബാക്കി പകുതി പണം തൃശ്ശൂരിന്റെ MLA കൂടിയായിട്ടുള്ള ശ്രീ P. ബാലേന്ദ്രൻ അദ്ദേഹത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന്, പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാം എന്ന് നിശ്ചയിച്ചു. പ്രതിമ അതിൻ്റെ എല്ലാ മെയിൻ്റനൻസും നടത്തി ഏറ്റവും നന്നായി പുനർനിർമ്മിക്കും. 2 മാസക്കാലം കൊണ്ട് അതിവേഗത്തിൽ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാം എന്നാണ് അദ്ദേഹം നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ശില്പിയുടെ പ്രാവീണ്യവും മുൻ പരിചയവും ശക്തൻ തമ്പുരാനെ കുറിച്ചുള്ള അറിവുമാണ് കുന്നുവിള മുരളിയെ തന്നെ പ്രതിമ പുനർനിർമ്മിക്കാൻ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തിയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. പൂങ്കുന്നം പടിഞ്ഞാറേക്കോട്ട റോഡിൽ ശങ്കരൻകുളങ്ങര ക്ഷേത്രം റോഡ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു. നിരന്തരമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഏറെക്കാലമായുള്ള ആവശ്യം നടപ്പായതിന്റെ ആശ്വാസത്തിൽ യാത്രക്കാരും പ്രദേശവാസികളും. പൂങ്കുന്നം സെന്ററിനും പടിഞ്ഞാറേക്കോട്ടയ്ക്കും ഇടയിലുള്ള ശങ്കരൻകുളങ്ങര ക്ഷേത്രം റോഡ് ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാവിലെയാണ് പൂർണ്ണതോതിൽ സിഗ്നൽ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത്. ഇത് ജംഗ്ഷനിലെ അപകട സാധ്യത ഏറെ കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. യാത്രക്കാർക്കും ഈ റോഡ് ശങ്കരൻകുളങ്ങര അമ്പലം തിരികെ പോകുന്നവർക്കും കളക്ടറേറ്റിലേക്ക് പോകുന്നവർക്കും റോഡ് മുറിച്ച് കിടക്കാൻ വളരെ ആശ്വാസകരമാണ്. പിന്നെ അപകടം ഇവിടെ സാധാരണ പതിവാണ്. ക്രോസ് ചെയ്യുമ്പോൾ യാത്രക്കാർക്കും അതുപോലെ കാറും ബൈക്കൊക്കെ സാധാരണ അപകടം നിത്യേന സംഭവമാണ്. ഇന്ന് ചെയ്തല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്. അത് 2 ദിവസം കഴിയുമ്പോൾ റെഡിയാവും എന്നാണ് എൻ്റെ ഒരു നടന്നു പോകുന്നവർക്കും വലിയ ഉപകാരം. അത് കോട്ടപ്പുറം റോഡിലൂടെ ശങ്കരൻകുളങ്ങര ക്ഷേത്രം റോഡിലേക്കും തിരിച്ചുമുള്ള കാൽനട യാത്രികർക്കും വാഹനങ്ങൾക്കും സിഗ്നൽ സംവിധാനം ഏറെ സഹായകരമാണ്. പടിഞ്ഞാറേക്കോട്ട ഭാഗത്തുനിന്ന് ബസ്സുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ ചീറിപ്പായുന്ന ഇവിടം റോഡ് മുറിച്ച് കടക്കൽ യാത്രക്കാർക്ക് പേടി സ്വപ്നമായിരുന്നു. വളരെയധികം വേഗതയിലാണ് എല്ലാ വാഹനങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനും മറ്റ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്യുന്ന വാഹനങ്ങൾക്കൊക്കെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ സിഗ്നൽ ലൈറ്റ് വന്നത് വളരെ ആശ്വാസകരമാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് തുടർന്ന് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറേക്കോട്ട ഭാഗത്തേക്കുള്ള റോഡ് താരതമ്യേന വീതി കുറഞ്ഞതായതിനാൽ സിഗ്നൽ സംവിധാനം വാഹനങ്ങളുടെ അമിത വേഗത്തിന് തടയിടാൻ കാരണമാകും. അതേസമയം സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയത് ശ്രദ്ധിക്കാതെ നിരവധി വാഹനങ്ങൾ ജംഗ്ഷനിലേക്ക് കയറി ചെല്ലുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. ഏതാനും ദിവസത്തേക്ക് ഇവിടെ ട്രാഫിക് പോലീസിന്റെ സേവനം ഉറപ്പാക്കിയാൽ വാഹനങ്ങൾ സിഗ്നൽ ശ്രദ്ധിക്കാതെ ജംഗ്ഷനിൽ പ്രവേശിക്കുന്നത് തടയാനാകും. പൂങ്കുന്നം ജംഗ്ഷനിലെ പ്രവർത്തനരഹിതമായ ട്രാഫിക് സിഗ്നൽ സംവിധാനം കാര്യക്ഷമമാക്കുക കൂടി ചെയ്താൽ മേഖലയിലെ വാഹനാപകടങ്ങൾക്ക് അറുതി വരുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. TCV ന്യൂസ്, തൃശൂർ. അർമേനിയയിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ദിയാക്കപ്പെട്ട ഇരിങ്ങാലക്കുട സ്വദേശി വിഷ്ണു മോചിതനായി. എംബസിയുടെ ഇടപെടലോടെയാണ് മോചനം സാധ്യമായത്. മോചിതനായ ശേഷം വിഷ്ണുവും ബന്ധുവും എംബസിയിലേക്ക് പോവുകയാണെന്ന് വിളിച്ചറിയിച്ചതായി അമ്മ ഗീത അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇരിങ്ങാലക്കുട പെരുവലിപ്പാടം സ്വദേശി ചെമ്പിൽ വീട്ടിൽ വിഷ്ണുവിനെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് അർമേനിയയിൽ ബന്ദിയാക്കിയ വിവരം വീട്ടുകാർ അറിഞ്ഞത്. ഹോസ്റ്റൽ നടത്തിപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് 2.5 ലക്ഷം ആവശ്യപ്പെട്ടാണ് ഉടമ തടങ്കലിലാക്കിയത്. തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ പ്രവാസി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെടുകയും മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും പരാതി നൽകുകയുമായിരുന്നു. ഇന്ത്യൻ എംബസി ഇടപെട്ടാണ് മോചനം സാധ്യമാക്കിയത്. അതേസമയം തന്നെ ആരും ബന്ദിയാക്കിയിട്ടില്ലെന്നും അമ്മയ്ക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചതാണെന്നും വിഷ്ണു നവമാധ്യമങ്ങളിൽ വ്യക്തമാക്കി. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കണ്ടശാങ്കടവ് സ്വദേശി 23 വയസ്സുള്ള ചുങ്കത്ത് വള്ളിയാൻ വീട്ടിൽ ജിനോ ജോൺസനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാഞ്ഞാണി സെന്ററിൽ വെച്ച് ജിനോയും സുഹൃത്ത് പൂവത്തിങ്കൽ അഗസ്റ്റിൻ ജോണിയും സഞ്ചരിച്ചിരുന്ന ബൈക്കും എതിർദിശയിൽ വന്നിരുന്ന താനാപ്പാടത്ത് വിജീഷ് എന്നയാളുടെ ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ അഗസ്റ്റിനെയും വിജീഷിനെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ചൊവ്വന്നൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലും സ്കൂട്ടറിലും ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി സ്വദേശികളായ ആനപ്പറമ്പിൽ വീട്ടിൽ ആലിക്കുട്ടി, നിഷ, ഷിഫാന, ഷിഫ്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ടയർ പൊട്ടിയതിനെ തുടർന്ന് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച ശേഷം വൈദ്യുതി തൂണിലിടിച്ച് നിന്നത്. ഗുരുതരമായി പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു.
ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച് അപകടം. പിക്കപ്പ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് തക്കാളിയുമായി പോയിരുന്ന പിക്കപ്പ് വാനാണ് ചരക്ക് ലോറിയിൽ ഇടിച്ചത്. അപകടത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം ചാട്ടുകുളം തൈക്കാട് റോഡിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. നടത്തറ സ്വദേശികളായ മണികണ്ഠൻ, അനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാട്ടുകുളം ഭാഗത്തു നിന്ന് തൈക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 10 ദിവസത്തേക്കാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം നൽകിയത്. ജാമ്യം നൽകുന്നതിന് എതിർപ്പില്ലെന്ന് ED കോടതിയെ അറിയിച്ചിരുന്നു. വടക്കാഞ്ചേരി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷനായ അരവിന്ദാക്ഷൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 26-നാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ മുലപ്പാൽ തുണ്ടയിൽ കുടുങ്ങി നവജാത ശിശു മരിച്ചു. പരുത്തിപ്ര ചാത്തൻകോട്ടിൽ അൻസാർ ഷിഹാന തസ്നി ദമ്പതികളുടെ മകൾ 78 ദിവസം പ്രായമുള്ള നൈഷാന ഇഷാലാണ് മരിച്ചത്. കുഞ്ഞിനെ ഉടൻ തന്നെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാലിന്യ നീക്കത്തെ ചൊല്ലി ഇരിങ്ങാലക്കുട നഗരസഭ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. രാഷ്ട്രീയ നാടകമെന്ന് BJP. നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കം തടസ്സപ്പെട്ടത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായി യോഗത്തിനെത്തിയത്. കൌൺസിൽ ആരംഭിച്ച ഉടനെ പ്രതിപക്ഷം ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ അജണ്ടയ്ക്ക് ശേഷം ചർച്ച ചെയ്യാമെന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചെയർപേഴ്സൺ നിലപാടെടുത്തു. ഇതോടെ LDF അംഗങ്ങൾ മുദ്രാവാക്യ വിളികളുമായി കൌൺസിലിന്റെ നടുത്തളത്തിലിറങ്ങി. തുടർന്ന് ഒരജണ്ട ഒഴിച്ച് മറ്റെല്ലാ അജണ്ടയും പാസ്സായതായും കൌൺസിൽ അവസാനിപ്പിച്ചതായും ചെയർപേഴ്സൺ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ധാർഷ്ട്യത്തോടുകൂടിയാണ് പെരുമാറിയതെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് KR വിജയ് ആരോപിച്ചു. ഞങ്ങൾക്ക് മങ്ങാടിക്കുന്നിലെ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി എണീറ്റ് നിന്ന് ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ ചെയർപേഴ്സൺ വളരെ ധാർഷ്ട്യത്തോടുകൂടി ജനാധിപത്യ വിരുദ്ധമായി, കീഴ്വഴക്കത്തിന് വിരുദ്ധമായി അതൊക്കെ ചർച്ച ചെയ്യാം, അജണ്ടകൾക്ക് ശേഷം ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. എന്നാൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ നിന്നുള്ള മാലിന്യ നീക്കം ഇഴയാൻ കാരണം സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ സുജാ സജീവ് കുമാർ സർക്കാർ ഏജൻസി കൃത്യമായി മാലിന്യം കൊണ്ടുപോകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ചൂണ്ടിക്കാട്ടി. വളരെ സങ്കടത്തോടുകൂടി പറയട്ടെ, ഈ ഒരു എഗ്രിമെന്റ് മുൻകാലങ്ങളിൽ തൊട്ട് തുടങ്ങിയ ആ സമയം തൊട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം വരെയും അത് കൃത്യമായി നടക്കുന്നില്ല. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ക്ലീൻ കേരള കമ്പനിക്ക് വേണ്ടി ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ അവരുമായിട്ടൊരു എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. അവർ കൃത്യസമയങ്ങളിൽ വന്ന് ഇടവേളകളിൽ വന്ന് എടുത്തിട്ട് പോകാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതേസമയം മാലിന്യം കൊണ്ടുപോകുന്നതിനായി 4 സ്വകാര്യ ഏജൻസികൾ തയ്യാറായിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് മാലിന്യ നീക്കം വേഗത്തിലാക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന്റെ ചുമതല LDFന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണെന്നും വാർഡ് കൗൺസിലറും വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. കൗൺസിലിൽ നടന്നത് നാടകമാണെന്ന് BJP ആരോപിച്ചു. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ചർച്ച വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണിതെന്ന് BJP പാർലമെന്ററി നേതാവ് സന്തോഷ് ബോബൻ പറഞ്ഞു. ഈ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൻ്റെ പരിപാലനം പൂർണ്ണമായിട്ടും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കയ്യിലാണ്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കൗൺസിലിൽ ഉയർത്തിക്കൊണ്ടുവന്ന് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. കൗൺസിലിൽ പ്രതിപക്ഷത്തിൻ്റെ പല്ലും നഖവും കളഞ്ഞത് LDF ആണ്. ഇവർ വയനാട്ടിൽ ഒരുമിച്ച് മത്സരിക്കേണ്ടവരാണ്. അവരെന്തിനാണ് ഈ കൗൺസിലിൽ ഇങ്ങനെ പരസ്പരം പ്രതിപക്ഷവും ഭരണപക്ഷം എന്നുള്ള ഒരു നാടകം കളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. TCV ഇരിങ്ങാലക്കുട. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ അഗ്നീർ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതിയുമായി നിരവധി പേർ രംഗത്ത്. ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും 12ഓളം പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സംഭവത്തിൽ ദമ്പതികളായ കാറളം സ്വദേശി നിഷ, ഭർത്താവ് സുനിൽ കുമാർ എന്നിവർക്കെതിരെ 5ഓളം പരാതിയിലാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇരുവരും ഒളിവിലാണ്. തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായി സൂചനയുണ്ട്.
അറവ് മാലിന്യവുമായി പോയിരുന്ന ലോറി വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്ത് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് കൈമാറി. അനധികൃതമായി അറവ് മാലിന്യം കൊണ്ടുപോയ ലോറിയാണ് നഗരസഭ പിടിച്ചെടുത്ത് പിഴ ഈടാക്കിയത്. റോഡിൽ പരന്നൊഴുകിയ മൃഗക്കൊഴുപ്പ് നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ക്ലോറിനേഷൻ നടത്തി ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ശുചീകരിച്ചു. ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ സാജു മാർട്ടിൻ, ജയജയ്, സുജിത്, വർഗീസ്, പ്രമോദ് എന്നിവർ ലോറി പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ മനോജ് അറിയിച്ചു. വാഹനത്തിന്റെ ഉടമ മഞ്ചേരി സ്വദേശി നാസറിൽ നിന്ന് നഗരസഭ 20,000 രൂപ പിഴ ഈടാക്കി. കരൂപ്പടഞ്ഞയിൽ യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു. പറപ്പറമ്പിൽ വീട്ടിൽ സിറാജുദ്ദീന്റെ മകൻ 22 വയസ്സുള്ള സൽമാൻ ഫാരിസാണ് മരിച്ചത്. 4 സുഹൃത്തുക്കളുമൊത്ത് കുളിക്കുന്നതിനിടയിൽ കൊതമ്പുകുളത്തിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. മൃതദേഹം ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് ബുധനാഴ്ച കുന്നംകുളത്ത് അരങ്ങുണരും. ഉച്ചയ്ക്ക് 2-ന് ഉദ്ഘാടന സമ്മേളനം നടക്കും. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500ഓളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. സ്റ്റേജ് മത്സരങ്ങൾ 5 വേദികളിലായാണ് നടക്കുക. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാഫ എന്ന പേരാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത്. കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നവർക്ക് പോളിടെക്നിക്കിലും പുതുശ്ശേരി ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലും കുന്നംകുളം ടൗൺ ഹാളിലുമായിട്ടാണ് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കലോത്സവം 21-ന് സമാപിക്കും. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പണ്ടാരച്ചിറ ചേന്തനും കുടുംബത്തിനും ഇനി സുരക്ഷിതമായ വീട്ടിൽ അന്തിയുറങ്ങാം. സഹപ്രവർത്തകരുടെ ശ്രമഫലമായി പണി കഴിപ്പിച്ച് നൽകിയ സ്നേഹ വീടിന്റെ താക്കോൽ ചേന്തന് കൈമാറി. പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിൽ NMR തസ്തികയിൽ നിന്ന് വിരമിച്ച ചേതന കയറിക്കിടക്കാൻ പോലും ഇടമില്ലാത്ത സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച സഹപ്രവർത്തകരും ഇപ്പോൾ സർവീസിലുള്ളവരും ചേർന്ന വീട് നിർമ്മിച്ചു നൽകിയത്. കിഡ്നി രോഗബാധിതനായ ചേതൻ അസുഖബാധിതയായ ഭാര്യയ്ക്കൊപ്പം ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സർക്കാർ പെൻഷൻ ലഭിച്ചിരുന്നതിനാൽ ലൈഫ് പദ്ധതിയിൽ വീടിനപേക്ഷിച്ചുവെങ്കിലും നിരസിക്കപ്പെടുകയായിരുന്നു. തുച്ഛമായ പെൻഷൻ തുക മരുന്നിന് പോലും തികഞ്ഞിരുന്നില്ല. 1.5 സെന്റ് സ്ഥലത്ത് 380 ചതുരശ്ര അടിയിൽ പണിതു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം പൊതുമരാമത്ത് വകുപ്പ് റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീന കുര്യൻ നിർവഹിച്ചു. റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ MD വിൻസെന്റ് അധ്യക്ഷനായി. വാർഡംഗം അൽഫോൺസ പോൾസൺ, ഉണ്ണികൃഷ്ണൻ, NK ശശിധരൻ, സതീഷ് കുമാർ, അശോകൻ, മനു എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ് ചേർപ്പ്. ശക്തമായ മഴയിൽ ഒളരി മദർ ആശുപത്രി പാർക്കിംഗ് കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. ആളപായം ഇല്ല. കാർ പൂർണ്ണമായും തകർന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയെ കാണാനെത്തിയ പെരിങ്ങോട്ടുകര സ്വദേശി കാരാട്ടുപറമ്പിൽ രാമചന്ദ്രന്റെ കാറാണ് തകർന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരോട് കടങ്ങോട് വില്ലേജ് ഓഫീസർ മോശമായ രീതിയിൽ പെരുമാറുന്നതായി പരാതി. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി രക്ഷിതാവ്. വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് ശേഖരത്ത് വീട്ടിൽ ഹേമ ശശികുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് കൂടിയായ ഹേമ ശശികുമാർ തന്റെ ഇരട്ടക്കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനു വേണ്ടി EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളറക്കാട് കടങ്ങോട് ചിറമനങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലെത്തിയത്. ഫയൽ സമർപ്പിച്ചപ്പോൾ എല്ലാ രേഖകളും ഇല്ലെന്ന് പറഞ്ഞ് രോഷാകുലനായി ഫയൽ തന്റെ നേരെ വലിച്ചെറിയുകയായിരുന്നുവെന്ന് ഹേമ ശശികുമാർ പറയുന്നു. 10 മിനിറ്റിനുള്ളിൽ ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റുമായി എത്താമെന്ന് അറിയിച്ചപ്പോൾ വില്ലേജ് ഓഫീസിൽ വരുമ്പോൾ മുഴുവൻ രേഖകളും വേണമെന്ന് പറഞ്ഞ് തന്നെ അപമാനിക്കുന്ന തരത്തിൽ വീണ്ടും ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെന്നും ഹേമ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് വില്ലേജ് ഓഫീസറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അന്ന് ആള് ലീവായിരുന്നു. നമുക്കാണെന്ന് വെച്ചാൽ ഡിഗ്രി അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ എഡിറ്റ് ഓപ്ഷൻ ഡേറ്റ് 17 വരെ ഉള്ളൂ. അതിൽ 17-ാം തീയതി തിങ്കളാഴ്ച ഹോളിഡേ ആണ് പെരുന്നാളായിട്ട്, പിന്നെ ഒരു ഞായറാഴ്ചയും. നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അന്ന് ചെന്നപ്പോൾ ലീവാണ്, ആളേതോ മീറ്റിങ്ങിന് പോയിക്കണമെന്ന് എന്തോ പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ഞാൻ അതേപോലെ ചെന്നു. ഫയലായിട്ട് ചെന്ന് ഞാൻ ആളുടെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ അപ്പോൾ ആളിതൊക്കെ എടുത്ത് പ്രൂഫ് ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തതിലെല്ലാം ഉണ്ട്. പ്രൂഫുകളൊക്കെ കൊണ്ടിട്ട് വന്നക്കടേന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ശശികുമാർ ആരാ ചോദിച്ചു. അപ്പോൾ അത് ഹസ്ബൻഡാണെന്ന് പറഞ്ഞപ്പോൾ ആളെവിടെയാ ചോദിച്ചു. ആൾ വർക്കിന് പോയിക്കാണ് പറഞ്ഞു. അപ്പോൾ ആളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എടുത്തുകൊണ്ടാവുന്ന കാര്യമുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട്. അപ്പോൾ എടുത്ത വഴിക്ക് ചോദിച്ചാൽ തൻ്റെ അടുത്ത് ഞാൻ വന്ന, പക്ഷെ എന്തിനാ വന്നതെന്നല്ലേ ചോദിച്ചാൽ. ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം പറഞ്ഞ് ആ ഫയൽ എറിയുണ്ടായത്. നിസ്സാര കാരണം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് അനുവദിക്കാതിരുന്ന വില്ലേജ് ഓഫീസറുടെ സമീപനത്തെ തുടർന്ന് തന്റെ മക്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നഷ്ടപ്പെട്ടെന്നും സ്കൂൾ പ്രവേശനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന
പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മോശമായാണ് വില്ലേജ് ഓഫീസർ പെരുമാറുന്നതെന്നും ഹേമ പരാതിയിൽ പറയുന്നു. സാധാരണക്കാരായ ആളുകൾ കരഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും ഇതിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. പോക്സോ കേസ് പ്രതിയെ കർണാടകയിൽ നിന്ന് ചേർപ്പ് പോലീസ് പിടികൂടി. കർണാടക ബിജാപൂർ സ്വദേശി അരവിന്ദ് രത്തോഡിനെയാണ് പിടികൂടിയത്. 4 വർഷം മുമ്പ് ചേർപ്പിൽ സ്വർണ്ണപ്പണിക്കെത്തിയ ഇയാൾ പരാതിക്കാരിയായ പെൺകുട്ടിയുമായി സൌഹൃദത്തിലാവുകയും പലതവണ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നുമാണ് പരാതി. ചേർപ്പ് ഇൻസ്പെക്ടർ CV ലൈജുമോൻ, SIമാരായ TA റാഫേൽ, വസന്തകുമാർ, സീനിയർ CPO PS സരസപ്പൻ, ES ജീവൻ, CPO VM മഹേഷ്, സൈബർ വിദഗ്ധൻ CR സനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3462 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം സംബന്ധിച്ച് KPCC ഉപസമിതിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ വീണ്ടും പോസ്റ്റർ. വിപ്പ് ലംഘിച്ച് പോസ്റ്റർ പതിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ. എക്സാലോജി കേസിൽ മാത്യു കുഴൽനാടൻ അപ്പീൽ നൽകിയത് പാർട്ടിയുടെ സമ്മതത്തോടുകൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധിയെയും വയനാട്ടുകാർ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന് സതീശൻ. ചേരക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ലെന്നും സതീശൻ. K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതോടെയാണ് രാജി. പട്ടിക വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ ഉത്തരവിട്ട ശേഷമാണ് രാജി. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോളനി, സങ്കേതം, ഊര് എന്നീ പേരുകൾ ഒഴിവാക്കും. തൃശൂർ ശക്തൻ നഗരയിൽ KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ പുനർനിർമ്മിക്കാനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. 2 മാസത്തിനകം പ്രതിമ പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. പൂങ്കുന്നം പടിഞ്ഞാറേക്കോട്ട ശങ്കരൻകുളങ്ങര ക്ഷേത്രം റോഡ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു. ഏറെക്കാലമായുള്ള ആവശ്യം നടപ്പായതിന്റെ ആശ്വാസത്തിൽ യാത്രക്കാരും പ്രദേശവാസികളും. അർമേനിയയിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ദിയാക്കപ്പെട്ട ഇരിങ്ങാലക്കുട സ്വദേശി വിഷ്ണു മോചിതനായതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. എംബസിയുടെ ഇടപെടലിനെ തുടർന്നാണ് മോചനം സാധ്യമായത്. കാഞ്ഞാണിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കടശാങ്കടവ് സ്വദേശി ജിനോ ജോൺസണാണ് മരിച്ചത്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലും സ്കൂട്ടറിൽ മിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.